കണ്ണൂരിൽ ട്രെയിൻ തടഞ്ഞ പ്രതിഷേധിച്ച ആളുകളെ പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. സുനിൽ, നിരവധിയായിട്ടുള്ള പ്രവർത്തകരുണ്ടോ? ഇവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ അതോ അവിടെ നിന്ന് നീക്കുകയാണോ? റെയിൽവേ സ്റ്റേഷനിൽ മംഗളൂരു സെൻട്രൽ മെയിൽ തടഞ്ഞത് ഇതിന്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു. KT നേതാവ് KT സഹദേവന്റെയും അതുപോലെ തന്നെ INTC നേതാവ് K സുരേന്ദ്രന്റെയും നേതൃത്വത്തിലുള്ള സമരക്കാർ ഈ ട്രെയിൻ തടഞ്ഞത്. ഏതാണ്ട് ഇപ്പോൾ 3/4 മണിക്കൂറോളമാവുന്നു ഈ ട്രെയിൻ ഇവിടെ തടഞ്ഞിട്ടത്. 10 മിനിറ്റിന് ശേഷം ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നായിരുന്നു പോലീസുമായി പ്രവർത്തകർ നടത്തിയിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തയ്യാറാവാതിരുന്ന പശ്ചാത്തലത്തിലാണ് ഈ ട്രെയിൻ തടയൽ നീണ്ടുപോയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കണ്ണൂർ ടൗൺ SPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ റെയിൽവേ പോലീസും ഇവർക്കൊപ്പമുണ്ട്. ഇവരെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് മാറ്റുമെന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഒരുപക്ഷെ ഇവരെ സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കാനാണ് സാധ്യത. കണ്ണൂർ ജില്ലയിൽ 4 ഇന്ന് ട്രെയിൻ തടഞ്ഞത്. തലശ്ശേരി, പയ്യന്നൂർ, കണ്ണൂർ, കണ്ണപുരം എന്നീ 4 സ്ഥലങ്ങളിലായിരുന്നു ട്രെയിൻ തടഞ്ഞത്. കണ്ണപുരത്ത് ഇതുവരെ ട്രെയിൻ തടഞ്ഞൽ നടന്നിട്ടില്ല. അത് ഇപ്പോൾ ഈ മംഗലാപുരം സെൻട്രൽ മെയിൽ തന്നെയാണ് കണ്ണപുരത്തും തടയുക എന്നാണ് CIT പ്രവർത്തകർ പറഞ്ഞത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരം ചെന്നൈ എക്സ്മോർ എക്സ്പ്രസ് ആയിരുന്നു തടഞ്ഞിട്ടത്. തലശ്ശേരിയിലും അതുപോലെ ട്രെയിൻ തടയൽ നടന്നു. ഈ 3 സ്ഥലങ്ങളിലും ഇപ്പോൾ തടഞ്ഞ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നു. ഇപ്പോൾ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ കണ്ണൂരിൽ ഏതാണ്ട് ഹർത്താലിന്റെ പ്രതീതി തന്നെയാണ് എന്ന് പറയാം. പൂർണ്ണമായും കടകമ്പോളങ്ങളും മറ്റും അടഞ്ഞു കിടക്കുന്നു. KSRTC അടക്കമുള്ള പൊതുഗതാഗത സംവിധാനങ്ങളൊന്നും ജില്ലയിൽ ഓടുന്നില്ല. പൂർണ്ണമായും ഒരു ഹർത്താൽ പ്രതീതിയിലേക്കാണ് കണ്ണൂർ ജില്ല മാറിയിട്ടുള്ളത്. സായി, സുനിൽ, ഇനിയിപ്പോൾ നാളെ കൂടി ഉണ്ടല്ലോ. നാളെയും ഇത് ആവർത്തിക്കുമെന്ന് തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? നാളെയും ഇതേ സമയത്ത് തന്നെ ട്രെയിൻ തടയൽ അടക്കമുള്ള കാര്യങ്ങൾ ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ 48 മണിക്കൂർ നേരം, അതായത് ഏതാണ്ട് 2 ദിവസവും പൂർണ്ണമായ ഒരു ഹർത്താൽ എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് വേണം നമുക്ക് ഇപ്പോഴുള്ള ഈ പ്രവണതയിൽ നിന്ന് സൂചിപ്പിക്കാൻ. കാരണം ഇന്നലെ വൈകിട്ട് തന്നെ ഹർത്താലിന് നിർബന്ധിതമായ കടയടപ്പ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ വാഹനങ്ങൾ തടയില്ല എന്നൊക്കെ ആയിരുന്നു നേരത്തെ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ അതിന് തികച്ചും വിപരീതമായ രീതിയിലാണ് ഈ പണിമുടക്ക് കാഴ്ചകൾ കാണുന്നത്. കാരണം ഇന്നലെ വൈകിട്ട് വിവിധ നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രകടനങ്ങൾ നടന്നിരുന്നു. ഈ പ്രകടനം കടന്നു പോകുന്ന വഴികളിലുള്ള മുഴുവൻ കടകളിലും അതുപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ഈ ഗതാഗത സംവിധാനങ്ങൾ അത്തരം ആളുകളുമായി എല്ലാം നാളെ ഹർത്താലുമായി സഹകരിക്കണം, കടകൾ തുറക്കാൻ പാടില്ല, വാഹനങ്ങൾ ഓടാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഇവർ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് പൂർണ്ണമായും കടകൾ അടഞ്ഞു കിടക്കുന്നു. ഇന്നലെ വൈകിട്ടൊക്കെ വലിയ തോതിൽ ഈ ഒരു കണ്ണൂരിൽ ഒരു ഹർത്താലിന്റെ പ്രതീതിയുണ്ട്. എന്തായാലും പ്രതിഷേധക്കാർ തടഞ്ഞ ട്രെയിൻ സർവീസ് ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.